ആൽമരമാണ് ആ ബിൽഡിങ്ങിൽ കാണുന്നത്. കണ്ട ആൽമരം ഇവിടെ എല്ലാം ഒരു ജംഗ്ഷനാണ്, ഒരു ബാലാരം ജംഗ്ഷനാണ് കിടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയുടെ ജംഗ്ഷനാണ് കിടക്കുന്നത്. കണ്ട എല്ലാം കാട് കയറി കിടക്കും. ബാലാരം ജംഗ്ഷനിലെ കടകളാണ് ഈ കാണുന്നത്. ഇന്ന് വരും നാളെ, ഇന്ന് പൊളിക്കും നാളെ പൊളിക്കുമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കടകളെല്ലാം ഇങ്ങനെ കുപ്പ കയറി കിടക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ? വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നോക്ക്, ഒരു ജംഗ്ഷനാണ്. സുഹൃത്തുക്കളെ, വിഴിഞ്ഞം ഔട്ടറിംഗ് റോഡിൽ സാധാരണ ജനങ്ങൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ചതിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള നാൾവഴികൾ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ബാലാരം ജംഗ്ഷനിലാണ്. കരമന കളയിക്കാവിള റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് 10 കൊല്ലത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതാണ് കരമന കളയിക്കാവിള റോഡ് വികസനം. അത് ബാലാരം കൊടിനട വരെ വന്ന് ആ വികസനം നിന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹൈവേ വികസനം എന്ന് പറയുന്നത് NH47 എന്ന് പറയുന്നത് 45 മീറ്ററാണ് അത് വികസിക്കേണ്ടത്. അന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ സമരം ചെയ്ത് വ്യാപാരികളും വ്യവസായികളും എല്ലാം സമരം ചെയ്തിട്ടാണ് അവസാനം അത് 30 മീറ്ററിലേക്ക് അത് ചുരുക്കി. ഹൈവേ അതോറിറ്റിയൊക്കെ പ്രത്യേകം കണ്ട് കേന്ദ്രത്തിൽ പോയി പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് ഈ കരമന കളയിക്കാവുള്ള റോഡ് 30.2 മീറ്ററിലേക്ക് ചുരുക്കുന്നത്. അങ്ങനെയാണ് കരമന കളയിക്കാവുള്ള റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നത്. ഉമ്മൻചാണ്ടി പൊന്നും വില കൊടുത്ത് കൊടിനട വരെ അതിൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ വസ്തു ഉടമകൾക്കും പൊന്നും വില ചെയ്ത പദ്ധതിയിലൂടെ ഒരു വ്യക്തിക്ക് പോലും കംപ്ലൈൻറ്റ് പറയാത്ത രീതിയിൽ വസ്തു ഏറ്റെടുത്ത് റോഡ് വികസനം നടത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കൊടിനട വരെ, ബാലാരം കൊടിനട വരെ, ഇതാണ് കൊടിനട എന്ന് പറയുന്നത്. ബാലാരം കൊടിനട വരെ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നാൾ വഴികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് ജംഗ്ഷനിലേക്ക് പോകാം. ഈ കാണുന്നതാണ് വഴിമുക്കെന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഉള്ളൂ. ഈ 1/2 കിലോമീറ്റർ പോലും റോഡ് വികസനത്തിനായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ്. സിഗ്നലുകളും ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പടയം വെച്ച് വേണം ഇങ്ങനെയൊന്ന് പോകാൻ. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ കാണുന്ന വഴിമുക്ക് പള്ളിയാണ് കാണുന്നത്. വലിയൊരു പള്ളിയാണ്. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണിത്. 10 കൊല്ലമായിട്ട് ഇവിടെ LDF ഭരിക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു മാർഗം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പം തന്നെ 1.5 കൊല്ലം മുമ്പ് ഇതിനെല്ലാം ഭരണാനുമതി കൊടുത്തതാണ്. കിഫ്ബി ഇതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തിയാണ്. എന്നിട്ട് ഇതുവരെ 1.5 കൊല്ലമായിട്ട് ഇതിനു വേണ്ടി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലുള്ളത്. ഈ നേരെ കാണുന്ന ആലിൻ്റെ താഴെ കാണുന്നത് തൈക്കാപ്പള്ളിയാണ്. തീർത്ഥാടകരൊക്കെ വരുന്നൊരു പള്ളിയാണ്. നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡ് എടുക്കാം. നല്ല പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഈ തൈക്കാപ്പള്ളിയൊക്കെ. ഇതിൻ്റെ ഇടേ സൈഡാണ് ബാലാരം കൈത്തറി മേഖല ഉള്ളത്. അല്ല, വണ്ടി കിടക്കുന്നത് നിങ്ങൾ കാണുക. ഇപ്പോൾ ഇത് 11:30 തിരക്കാണ് ഈ കാണുന്നത്. വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ഇനി ഉണ്ടോ ഇങ്ങനെ സ്റ്റോപ്പ് ഇട്ടിരിക്കും. സ്കൂട്ടർ ആയതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു 11:30 സമയമായതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇതല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഒരു സൈക്കിൾ വട്ടം വെച്ചാൽ 1/4 മണിക്കൂർ ഇവിടെ ബ്ലോക്കാവും. അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെയാണ് 30.2 മീറ്റർ വീതിയിൽ റോഡ് വികസനം സാധ്യമാകാത്തത്. ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ് ബാലാരം ജംഗ്ഷൻ എന്ന് പറയും. ബാലാരം ജംഗ്ഷനിൽ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ളത് ഈ റോഡ് വികസിച്ച റോഡാണ് ഈ കാണുന്നത്. 30 മീറ്റർ വികസിച്ച റോഡാണ് കാണുന്നത്. ഇത് കൊടിനട വരെ. ഇനിയിപ്പോൾ ഈ താഴെ കാണുന്ന ജംഗ്ഷനെ കൊടിനട എന്നാണ് പറയുന്നത്. ഇതാണ് കൊടിനട എന്ന് പറയുന്നത്. ഈ കൊടിനടയെന്നൊരു അടിപ്പാത നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വ്യാപാരി വ്യവസായികളുമായിട്ട് തർക്കങ്ങൾ നടക്കുക. മേൽപ്പാലം വേണം, അടിപ്പാത വേണ്ട എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റോപ്പ് ഇടേണ്ട അവസ്ഥയാണ്. കണ്ട, ഇപ്പം ഇവിടം വരെ റോഡ് വികസിച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങനെ സ്റ്റോപ്പ് ഇടും. ഇപ്പോൾ ഒരു 11:30 സമയമായിട്ടുള്ള അവസ്ഥയാണിത്. ഇനി ഒരു 3 മണി വരെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ തീർന്നു. വീണ്ടും ഭയങ്കരമാണ്. 1/4 മണിക്കൂർ ഇവിടെ കിടന്നാലേ ഈ റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ്. സ്കൂട്ടറായതുകൊണ്ട് ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാം. മറ്റ് വാഹനങ്ങൾ കിടക്കുന്നത് നിങ്ങൾ കാണുക. കണ്ട, ഇതിപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര റോഡിൽ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. ഈ വാഹനങ്ങളെല്ലാം വിഴിഞ്ഞത്തേക്ക് പോകാൻ കിടക്കുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ട, ഇങ്ങനെ കിടക്കുകയാണ്, ക്യൂ ആയിട്ട് കിടക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു 11:30 മണി സമയമായപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്.
അല്ലാത്തപ്പോൾ ഒരു രക്ഷയില്ല. ഇതെങ്ങനെ റെയിൽവേ ട്രാക്ക് വരെ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കും. ഇവിടെ അടുത്ത ബാലാരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടം വരെ ഇതേപോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കും. 1.5 വർഷം മുമ്പ് ഇതിന് ഭരണാനുമതി പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി കൊടുത്തതാണ്. ഇത് അതും ഭരണാനുമതി കൊടുത്ത എത്രയെന്നറിയാവോ? ഈ പാലാരം ജംഗ്ഷനിൽ നിന്ന് ഈ കൊടിനടയിൽ നിന്ന് വഴിമുക്ക് വരെ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭരണാനുമതി കൊടുത്തത്. അത് കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ 1.5 വർഷമായി. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. കിബി ഇതിൻ്റെ പഠനം നടത്തിയിട്ട് ഇത്രയും നാളായിട്ട് ആ പഠനം പുറത്തേക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ്. ഒച്ച നീങ്ങുന്ന വേഗതയിലെങ്കിലും നടക്കണ്ടേ, അതുമില്ലെന്നുള്ളതാണ്. പണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനായിരുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ കുറച്ചുകൂടി വിഴിഞ്ഞം റോഡിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഒരു 8 പോസ്റ്റ് മാത്രമാണ് ഉള്ളത്. ഇത് എപ്പോൾ വരും ഇത് റോഡ് വികസനം എന്ന് വിചാരിച്ച് ഇങ്ങനെ അടക്കി. ഇതൊന്നും അത് കാരണം ആരും ബിൽഡിങ് പോലും വെക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ നശിച്ച് നാറാണക്കൻ്റെ അടുത്ത് കിടക്കുകയാണ്. ഇവിടെ എല്ലാം കാട് കയറി എല്ലാം കിടക്കുകയാണ്. മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. കാര്യം ഒരു ബിൽഡിങ് പോലും വെക്കാൻ പറ്റില്ല. ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പാലാരം ജംഗ്ഷനാണ് കണ്ടോ, കാട് കയറി ഒരു വലിയ വ്യാപാര വ്യവസായങ്ങളൊക്കെ നടക്കുന്ന ഒരു ജംഗ്ഷനിലാണ് കാട് കയറി കുപ്പ കയറി എല്ലാം കിടക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോൾസെയിൽ വ്യാപാരവും കച്ചവടം നടക്കുന്ന ചാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ ഹോൾസെയിൽ വ്യാപാരവും മറ്റു അനുബന്ധ വ്യവസായങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബാലരാമം എന്ന് പറയുന്നത്. കൈത്തറി മേഖലയ്ക്കും ഫേമസ് ആണ്, പണ്ട് മുതലേ ഫേമസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1.5 വർഷം മുമ്പ് അടിപ്പാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേശീയ CPM പ്രസ്ഥാനം അതിനെതിരെ അടിപ്പാത നിർമ്മാണത്തിന് എതിരെ മുന്നോട്ട് വന്ന് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ അടിപ്പാത വേണ്ട എന്നുള്ള മേൽപ്പാതയും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന് വരികയും അങ്ങനെ അതിനെക്കുറിച്ച് വീണ്ടും സർക്കാർ പ്രത്യേക പഠനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷം 113 കോടി രൂപ അടിപ്പാത നിർമ്മാണത്തിന്, അത് മേൽപ്പാത വേണ്ട അടിപ്പാത മതിയെന്നും പറഞ്ഞ് 113 കോടി രൂപ ഭരണാനുമതി കൊടുത്തതാണ്. 1.5 വർഷം ഇതുവരെ 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ 200 കോടി രൂപ ഇവിടുത്തെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടും ഭരണാനുമതി കൊടുത്തിട്ട് 1.5 വർഷമാകുന്നു. ഈ 1.5 വർഷത്തിനുള്ളിൽ ഇതേവരെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഔട്ടറിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് 300 ഹെക്ടർ സ്ഥലം എടുക്കുന്നതായിട്ട് വിജ്ഞാനം ഇറങ്ങുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 113 കോടിക്ക് അടിപ്പാത നിർമ്മാണവും ഈ കരമന കളയിക്കാനുള്ള റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് 200 കോടി സ്ഥലമെടുപ്പിനും വേണ്ടി അനുമതി കൊടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും അത് ഇതേവരെ നടപ്പിലായിട്ടില്ല. അനങ്ങാപ്പാറ നയത്തിലാണ്, അതായത് നിർജീവമാണ്. ഭരണാനുമതി കൊടുത്തിട്ടും ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ CPMൻ്റെ കീഴിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഹൈവേ PWD ഉപകരാറ് കൊടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഇടതുപക്ഷത്തിന് അല്ല CPMനും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഈ റോഡ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഉപകരാറ് കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ റോഡ് വികസനം ഹിഫിയിൽ ഫണ്ട് വകയിരുത്തി അനുമതി കൊടുത്ത ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. 1.5 വർഷമായിട്ടും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എങ്ങനെയാണ് ചതിക്കപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ എങ്ങനെ 300 ഹെക്ടർ ഔട്ടറിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് 300 ഹെക്ടർ സ്ഥലത്തിലെ നിങ്ങളുടെ വസ്തുവകകളൊക്കെ വാങ്ങിച്ചു വെച്ച് ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഏറ്റവും ആദ്യം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം വികസിക്കേണ്ട റോഡെന്ന് പറയുന്ന കരമന കളയിക്കാവുള്ള റോഡാണ്. ഇതിപ്പോൾ ഈ 11 മണി സമയത്ത് പോലും ഇവിടെ അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് വരുന്നൊരു സ്ഥലം ഇവിടെയാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ ചാല കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വ്യാപാര വ്യവസായങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ബാലരാമപുരം എന്ന് പറയുന്നത്. അവിടെ കമ്പനി ഐറ്റംസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരും ഇവിടെയാണുള്ളത്. അപ്പോൾ അത്രയും വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ്. ചാലയേക്കാളും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഔട്ടറിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ ചതിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ നേർരേഖയാണ് ഞാൻ പറയുന്നത്. തുച്ഛമായ കോടികൾ മുടക്കി 113 കോടി മുടക്കിയാൽ ഇവിടെ അടിപ്പാത നിർമ്മാണം വേണ്ടെങ്കിൽ വേണ്ട. അതല്ലാതെ ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്ന 30.2 മീറ്റർ റോഡിൽ ഇപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് വികസിച്ചാൽ ഈ തിരക്ക് വരില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ
അത് നമ്മൾ അംഗീകരിച്ചാലും ഇപ്പോൾ ഒരു ജംഗ്ഷൻ ആകുമ്പോൾ ജംഗ്ഷന് കുറച്ചുകൂടെയൊക്കെ വീതി എടുത്തിട്ട് ഈ അടിപ്പാത ഇല്ലാതെ വേണമെങ്കിലും നമുക്കത് ചെയ്തു നോക്കാവുന്നതാണ്. പിന്നീട് വേണമെങ്കിൽ അടിപ്പാത നിർമ്മാണത്തെക്കുറിച്ച് വലിയ തിരക്ക് വരുമ്പോൾ വേണമെങ്കിൽ അടിപ്പാത നിർമ്മാണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വ്യാപാരി വ്യവസായികൾ പറയണ അടിപ്പാതയുടെ ആവശ്യമില്ല, ഇവിടെ അവർ സ്ഥലങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അടിപ്പാത ആവശ്യമില്ല, അല്ല മേൽപ്പാത ആവശ്യമില്ല, അവർ സ്ഥലങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അടിപ്പാത വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ജംഗ്ഷൻ വരുമ്പോഴേക്കും കുറച്ചുകൂടെ അധികം ഈ 30.2 മീറ്റർ എന്നുള്ള ആ ഇത് മാറ്റിയിട്ട് ഈ ജംഗ്ഷന് കുറച്ചുകൂടെയൊക്കെ വീതിയിൽ സ്ഥലമെടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരക്ക് ഒഴിവാകും എന്നുള്ളതാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത്. സത്യത്തിൽ ഇതൊരു ഏറ്റവും കുറഞ്ഞത് ഹൈവേ NH-47 45 മീറ്റർ ഏറ്റവും കുറഞ്ഞത് എടുക്കണമെന്നായിരുന്നു കേന്ദ്ര നിയമം. ആ കേന്ദ്ര നിയമത്തിന് എതിരെ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് 10 കൊല്ലത്തിന് മുമ്പ് ഇടതുപക്ഷം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടി കേന്ദ്രത്തിൽ പോയി പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ടാണ് ഈ 30.2 മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മിക്കുന്നത്. അങ്ങനെ വന്നൊരു റോഡാണ്. പ്രത്യേക അനുമതിയോടെയാണ് കളിക്കാനുള്ള കരമന കളിക്കാനുള്ള റോഡ് 30.2 ചുരുങ്ങേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിപ്പോൾ 45 മീറ്ററിൽ ഇത് വികസിച്ചാലും ഇവിടുത്തെ തിരക്ക് മാറില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ പ്രാവച്ചമ്പലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ബ്ലോക്കാണ്. ഇപ്പം തന്നെ 30 മീറ്റർ വികസിച്ചിട്ടും ഇതിനേക്കാളും വലിയ ബ്ലോക്കാണ് പ്രാവച്ചമ്പലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ഇനി ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇതെല്ലാം വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ 30 മീറ്ററിൽ വീതി ആയാലും ഭയങ്കര തിരക്കായിരിക്കും. യഥാർത്ഥത്തിൽ ഈ ഔട്ടർ റിംഗ് റോഡ് വികസിക്കുന്നതിന് മുമ്പ്, റെയിൽവേ പാലം വരുന്നതിന് മുമ്പ് ആദ്യം വികസിക്കേണ്ട റോഡെന്ന് പറയുന്ന ഈ കരമന കളിക്കാനുള്ള റോഡാണ്. അത് ഏറ്റവും കുറഞ്ഞ 45 മീറ്ററെങ്കിലും ഇനിയുള്ളതെങ്കിലും എടുത്ത് വികസിപ്പിച്ചാൽ കാര്യം ഇവിടുന്ന് ഇന്ന് തെക്കോട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്, നെയ്യാറ്റിൻകര അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്. ഒരു 45 മീറ്ററെങ്കിലും ഇനിയുള്ള വികസനമെങ്കിൽ ഈ 30.2 മാറ്റിയിട്ട് 45 മീറ്ററെങ്കിലും ഇനി അങ്ങോട്ടുള്ള റോഡെങ്കിലും വികസിച്ചാൽ അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ മാറിക്കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അത് ഇന്നേ വരെ ഇപ്പം തന്നെ 9 കൊല്ലം സർക്കാർ ഭരിച്ചു കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഈ ഒന്നര കൊല്ലത്തിന് മുമ്പ് ഭരണാനുമതി കൊടുത്ത് 200 കോടി സ്ഥലമെടുപ്പിന് വേണ്ടി കൊടുത്ത് 113 കോടി അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിട്ടും ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ആ സ്ഥാനത്താണ് ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂമിയെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ആ കാര്യത്തിൽ അടയിരിക്കുന്നത്. കാര്യം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള എവിഡൻസാണ് പറഞ്ഞത്. ചെറിയ കോടികൾക്ക് ഇവിടെ വികസനം നടത്തേണ്ടത് ഇവിടെ ചെയ്യാതിട്ടിരിക്കുകയാണ്. ആ പാട്ടിലാണ് ഇത്ര 300 ഹെക്ടർ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സും അത് സ്ഥലം വാങ്ങിച്ച് എങ്ങനെ ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റും? നാഷണൽ ഹൈവേ വിഭാഗത്തിൻ്റെ PW ആണ് ഈ നിർമ്മാണം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഉപകരാറ് കിട്ടുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിനു മുമ്പും ഉപകരാറുകൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ നേട്ടം CPM-ന് തന്നെയല്ലേ? നിങ്ങൾ വിചാരിക്കുക, CPM-ൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളതാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡ് നിർമ്മിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് CPM-ന് തന്നെയാണ്. ആ സൊസൈറ്റിക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത്. ആ സ്ഥാനത്താണ് ഇത്ര അനാസ്ഥ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. മനസ്സിലായി? ഇത് ഇപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടിപ്പാതയായിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ പ്രാദേശിക CPM പാർട്ടികൾ തന്നെയാണ് ഇതിനെതിരെ വന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഈ റോഡ് വികസനമായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളെയൊക്കെ ഒന്നിപ്പിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഇത് 30 മീറ്ററിലേക്ക് ചുരുങ്ങേണ്ടി വന്നത്. അപ്പം ഇപ്പം തന്നെ 1.5 വർഷമായിട്ട് കിബി പഠിച്ചു തീർന്നിട്ടില്ല, പൊതുമരാമത്ത് ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. അനുമതി കൊടുത്ത്, ഭരണാനുമതി കൊടുത്ത്, ഫണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. 200 കോടി ഫണ്ട് കൊടുത്തിരിക്കുന്നു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി. ഇതുവരെ സ്ഥലം ഏറ്റെടുത്തായിട്ട് ഒരു അറിവ് നമുക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ അടിപ്പാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് 113 കോടി ഭരണാനുമതി കൊടുത്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ട് നമുക്കറിയത്തില്ല. ആ സ്ഥാനത്താണ് നിങ്ങളടുത്ത് നിന്നൊക്കെ ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളടുത്ത് നിന്നൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ കൊണ്ട് ഈ 10 കൊല്ലത്തിനുള്ള ഇതുപോലുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ എവിഡൻസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹൈവേ അതോറിറ്റി ഈ അടുത്ത് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇത് താങ്ങ് കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ ഊന്നു കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ കേരള സർക്കാരല്ലേ ഹൈവേ അതോറിറ്റിയെ കണ്ട് ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടത്. അവരെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ അതിനർത്ഥം. അതായത് ഇനി ഒരു കൊല്ലം കൂടെ ഉള്ളൂ. ഇപ്പം 2025 2026 ഇവരുടെ കാലാവധി പൂർത്തിയാക്കിയാണ്.
അതിനുള്ളിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ ഈ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്കില്ല. കാര്യം സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ് നിൽക്കുകയാണ് ഇവർ. കാരണം ഇവർക്ക് സാമ്പത്തിക നയം അറിഞ്ഞുകൂടാ. ഇവർക്ക് എങ്ങനെ ഭരിക്കണമെന്നുള്ള കറക്റ്റായിട്ട് അറിഞ്ഞില്ല. കഴിവുള്ള യുവതലമുറകളെ ഇനി എങ്കിലും ഭരണത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഏത് പാർട്ടി ആയിക്കോട്ടെ, കഴിവുള്ള യുവതലമുറകളെ ഇനി MLA ആയിട്ട് MP ആയിട്ടും മന്ത്രിയായിട്ടൊക്കെ വന്നാലേ നമ്മുടെ നാടിന് വികസനം ഉണ്ടാകത്തുള്ളൂ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ ഉള്ള സർക്കാർ എന്ന് പറയുന്ന കഴിവുകെട്ട സർക്കാരാണെന്നുള്ള തെളിവുകളാണ് പറഞ്ഞ് അവർക്ക് പൊതുമരാമത്ത് മന്ത്രിയുമുണ്ട്, മുഖ്യമന്ത്രിയുമുണ്ട്, എല്ലാം മന്ത്രിയുമുണ്ട്. പക്ഷേ ഇതിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ഒരു വർഷത്തിൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴേക്കും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങളെ കാണേണ്ടത് ഒളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ് പോയി കാണേണ്ടത്. മണിമന്ദിരത്തിൽ നിന്ന് നിങ്ങളെ ചെല്ലുമ്പോൾ കാണാതിരിക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ് കാണേണ്ടത്. മന്ത്രിമന്ദിരത്തിലിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ വാ തുറപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഹൈവേ അതോറിറ്റിയിൽ പോയി ധർണ നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വാ തുറപ്പിക്കുക, പൊതുമരാമത്ത് മന്ത്രിയുടെ വാ തുറപ്പിക്കുക. ഇത് എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക, നിങ്ങൾ തിരിച്ചുകൊണ്ട് ബാങ്കിൽ തിരിച്ചു വെച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വികസിക്കേണ്ട റോഡ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ആണെങ്കിലും അല്ലാതെയും ഏറ്റവും ആദ്യം വികസിക്കേണ്ട ഒരു റോഡെന്ന് പറയുന്ന കരമന കളിക്കാനുള്ള റോഡാണ്. അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കണ്ട ഇപ്പോൾ വാഹനങ്ങളെല്ലാം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. വാഹനങ്ങളെല്ലാം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. ദിശാബോധമുള്ള, ദീർഘവീക്ഷണമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ വന്നാലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുക, 10 കൊല്ലമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ധനവിനിയോഗത്തിൽ, സാമ്പത്തിക വിനിയോഗത്തിൽ കിഫ്ബി കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ തകർത്തെറിഞ്ഞത്. പല പദ്ധതികളും ആവിഷ്കരിച്ചു. ഇതും കിഫ്ബിയുടെ കയ്യിൽ കിടക്കുന്ന സാധനമാണ്. 1.5 വർഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നല്ല ദിശാബോധമുള്ള, ദീർഘവീക്ഷണമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു യുവതലമുറയുള്ള സർക്കാരൊക്കെ വന്നാലേ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്താണ് ഔട്ടറിംഗ് റോഡിൻ്റെ നാൾ വഴി എന്നുള്ളതാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. ശരി, ഓക്കെ.